Hi Carrots and welcome back to my channel. Carrots 2025 ടിയർ അലയുടെ എക്സാം ജനുവരി 18 സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. ജനുവരി 18 എന്ന് പറയുമ്പോൾ 2026 ജനുവരി 18 എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. മാത്സിൽ ഏതൊക്കെ ടോപ്പിക് കവർ ചെയ്യണം, എത്ര മാർക്കാണ് എക്സാമിന് വരാൻ പോകുന്നത്, നെഗറ്റീവ് മാർക്കിംഗ് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ടിയറുടെ എക്സാം പാറ്റേണിലുള്ള മാത്സ് എന്നൊരു സബ്ജക്റ്റിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വീഡിയോ നിങ്ങൾ ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാ കുട്ടികളും അറിയട്ടെ മാത്സിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക് പഠിക്കണമെന്ന്. ടിയർ റാലി ഓടിക്കറിയ കുട്ടികളടുത്ത് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ ഇനി നിങ്ങളുടെ മുന്നിൽ ആകെ ഒരു സ്റ്റെപ്പ് മാത്രമാണുള്ളത്, അതായത് റിട്ടേൺ എക്സാം. റിട്ടേൺ എക്സാമിന് നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതാണ്. ആർമിയുടെ കാര്യത്തിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകളും സിലബസ് അനുസരിച്ചുള്ള മോക്ക് ടെസ്റ്റുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ആന ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ വേണമെങ്കിൽ ഓൺലൈൻ ചൂസ് ചെയ്യാം, ഓഫ്ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിൽ ചൂസ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് നല്ല രീതിയിൽ അവരുടെ ഓരോ ടോപ്പിക്കും പഠിപ്പിച്ച് നല്ല രീതിയിൽ കവർ ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി നിങ്ങളുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. ടൈം ഒട്ടും നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. നിങ്ങൾ കിട്ടിയ ചാൻസ് നിങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ എക്സാം പാറ്റേൺ ഇത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ആൾറെഡി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് GK റിലേറ്റഡ് ആയിട്ടുള്ള. GKയിൽ നിന്ന് ടോട്ടൽ 20 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ GKയിലെ എല്ലാ ടോപ്പിക്കും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതേ സെയിം ചാനൽ തന്നെ വീഡിയോ ലിസ്റ്റിൽ പോവുക, അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി നിങ്ങൾ സെർച്ച് ചെയ്താലും മതി. ആന ഡിഫൻസ് അക്കാഡമി TA റിലേറ്റഡ് വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ മാത്സ് റിലേറ്റഡ് ആണ്. അതായത് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഈ ഒരു വീഡിയോ ടോട്ടൽ 15 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 30 മാർക്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. GKയിൽ നിന്ന് നിങ്ങൾക്ക് 40 മാർക്സ് നേടണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ടോപ്പിക് കവർ ചെയ്യണം. സ്റ്റാറ്റിക് GK, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി എല്ലാം കവർ ചെയ്യണം. പക്ഷേ മാത്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവിടെ പ്രോപ്പർ ടോപ്പിക് ഉണ്ട്, അത് മാത്രം നിങ്ങൾ കവർ ചെയ്താൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മിക്ക കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്കാണ്, വാരി വലിച്ചങ്ങ് പഠിക്കും. എന്നിട്ട് അവർ പറയും ഞാൻ പെർ ഡെയിലി 8 മണിക്കൂർ 10 മണിക്കൂർ പഠിച്ചു എന്ന്. ഫൈനലി അവരുടെ പേരും ലിസ്റ്റിൽ വരത്തില്ല. അങ്ങനെ ഒത്തിരി കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും നിങ്ങളുടെ സിലബസ് അനുസരിച്ചും എക്സാം പാറ്റേൺ അനുസരിച്ചൊക്കെ വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടുന്നത്. നിങ്ങൾ വീക്ക് മാത്സ് ആണോ, കൂടുതൽ ടൈം കൊടുക്കുക, പ്രോപ്പർ ടോപ്പിക് നിങ്ങൾ സെലക്ട് ചെയ്യുക, അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇതിനുവേണ്ടിയുള്ള ഒരു ട്രിക്ക് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഫുൾ കണ്ടിരിക്കണം. നോക്കൂ കുട്ടികളെ, ഇനി നമുക്ക് പ്രോപ്പറായിട്ട് മാത്സിൻ്റെ ഏതൊക്കെ ടോപ്പിക്കാണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. എല്ലാ ട്രേഡിലേക്കും ആർമി TA എന്ന് പറയുമ്പോൾ അവിടെ GD ഉണ്ട്, പിന്നെ ട്രേഡ്സ്മാൻ 8th ഉണ്ട്, 10th ഉണ്ട്, സെയിം ടൈം ക്ലർക്ക് ഉണ്ട്. ഈ 4 ട്രേഡിലേക്കും മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്, മനസ്സിലായി? അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, മാത്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് LCM, HCF, സിംപ്ലിഫിക്കേഷൻ, റേഷ്യൻ പ്രൊപ്പോർഷൻ, ബോട്ട് ആൻഡ് സ്ട്രീം, വർക്ക് ആൻഡ് ടൈം, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, മെൻസുറേഷൻ, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ്, ട്രിഗ്നോമെട്രി, ആവറേജ്, അൽജിബ്ര, പൈപ്പ് ആൻഡ് സിസ്റ്റം. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളത്, നോക്കൂ കുട്ടികളെ, ഇത്രയും ടോപ്പിക്കുണ്ട്. ഇതിനകത്ത് നിങ്ങളുടെ ഈസി ടോപ്പിക് ഏതാണ്, അതുപോലെ തന്നെ ഹാർഡ് ടോപ്പിക് ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യണം. അതനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യണം. ബേസിക് ചാപ്റ്റേഴ്സായിട്ട് വരുന്ന LCM, HCF, സിംപ്ലിഫിക്കേഷൻ, റേഷ്യൻ പ്രൊപ്പോർഷൻ, പിന്നെ വർക്ക് ആൻഡ് ടൈം, പിന്നെ പറയുകയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നിവയെല്ലാം എന്താണ് ബേസിക് ചാപ്റ്റേഴ്സാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി ടൈം വളരെ കുറച്ച് സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് ഏതാണോ നിങ്ങളുടെ ഹാർഡ് ടോപ്പിക് അതിനുവേണ്ടി നിങ്ങൾ ടൈം കൂടുതൽ നിങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ നോക്കണം. മനസ്സിലായ കുട്ടികളെ? എന്നിട്ട് ഇവിടെ നോക്കൂ കുട്ടികളെ, ടോട്ടൽ 14 ചാപ്റ്ററാണ്. ടോട്ടൽ ക്വസ്റ്റ്യൻ വരുന്നത് 15. ഈ എല്ലാ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. മനസ്സിലായ കുട്ടികളെ? എല്ലാ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. അപ്പോൾ GK എന്നൊരു സബ്ജക്റ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മാത്സിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് 15 ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും ടോപ്പിക് പഠിച്ചാൽ മതി. മനസ്സിലായ നിങ്ങൾക്ക്? പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും, LCM, HCF എന്നൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്താൽ അതിനകത്ത് ടൈപ്പ് 1, 2, 3, 4 എന്നിങ്ങനെയുണ്ട്. അത് പഠിച്ചാൽ എന്തായാലും അതിൽ നിന്നേ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. എന്തായാലും 10th ലെവലുള്ള എക്സാമിന് ഒരിക്കലും CHSL അല്ലെങ്കിൽ CG ലെവലുള്ള ക്വസ്റ്റ്യൻ വരത്തില്ല. മനസ്സിലായി? ഇങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് മാത്സ് നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും. പ്രോപ്പറായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും അറ്റ് ദ സെയിം ടൈം സിലബസ് അനുസരിച്ചും പഠിച്ചാൽ. മനസ്സിലായ കുട്ടികൾ? അതുകൊണ്ട് ഇതേ രീതിയിലുള്ള ടോപ്പിക് നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഈ ഒരു
എക്സാമിന് 15 ക്വസ്റ്റിന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതേ രീതിയിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആൾറെഡി ഇപ്പോൾ 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാറ്റിക് ജികെ ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ഫിസിക്സ്. ഇപ്പോൾ ഞാൻ തേർഡ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. തേർഡ് വീഡിയോ മാത്സ് ആണ്. അപ്പോൾ ഇനി ബാക്കി വീഡിയോസ് കൂടി ഉടനെ ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. കുട്ടികളെല്ലാവരും നല്ലപോലെ പഠിക്കുക. എക്സാം ഡേറ്റൊക്കെ അറിയാമല്ലോ, ജനുവരി 18 എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. ഈ തവണത്തെ എക്സാമിനകത്ത് വന്നിരിക്കുന്ന ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. നോക്കൂ, നേറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇതിന് മുൻപൊക്കെ നേറ്റീവ് മാർക്കിംഗ് ഇല്ലായിരുന്നു, എല്ലാവർക്കും 50 ക്വസ്റ്റിന് അറ്റൻഡ് ചെയ്യായിരുന്നു. പക്ഷേ ഈ തവണ അങ്ങനെയല്ല, നേറ്റീവ് മാർക്കിംഗ് വന്നിട്ടുണ്ട്. അതും നേറ്റീവ് മാർക്കിംഗ് വന്നിരിക്കുന്നയോ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് ലഭിക്കും, തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 1 മാർക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ്, മനസ്സിലായ, അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 2 മാർക്ക് ലഭിക്കും, തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 1 മാർക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഹൈ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നോക്കി വേണം നിങ്ങൾ ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടുന്നത്. നല്ലപോലെ പഠിക്കുക എല്ലാ കുട്ടികളും. കഴിഞ്ഞ വർഷം നമ്മുടെ അക്കാഡമിയിൽ നിന്നും സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ ഫോട്ടോയാണ് നിങ്ങളിവിടെ കാണുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ വർഷം ഇത്രയും കുട്ടികൾ അന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് ഫിസിക്കലും മെഡിക്കലും പാസ്സായിട്ടുണ്ട്. ഇവർക്കെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഏത് പ്ലാറ്റ്ഫോമാണ് ചൂസ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ഡിസൈഡ് ചെയ്യണം. ഓൺലൈനാണോ ഓഫ്ലൈനാണോ? ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, അതിൻ്റെയും ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ്. ചാൻസ് മിസ് ചെയ്യരുത്. കാരണം ഒത്തിരി കുട്ടികൾക്ക് അവരുടെ ഡ്രീം ജോബ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമി ആയിരിക്കും. അവർ 23 വയസ്സിന് ശേഷമായിരിക്കും ടിയർ റാലി ഒന്ന് അറ്റൻഡ് ചെയ്തത്. കാരണം ആർമിയുടെ ഏജ് ലിമിറ്റ് അങ്ങ് ഓവറായി. ഓടി എങ്ങനെയെങ്കിലും കയറിയതിന് ശേഷം ഈ ഒരു ചാൻസ് മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടിയർ റാലി എപ്പോഴാണ് വരാൻ പോകുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ചാൻസ് മിസ് ചെയ്യരുത്. പഠിക്കുക. ഇവിടെ വരണമെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പ്രോപ്പർ ക്ലാസ് ആയിരിക്കണമെന്ന് മാത്രം. എല്ലാ സിലബസ് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക, ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് ടോട്ടൽ ഫീസ് 4000 റുപ്പീസ് ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് കിട്ടും, റെക്കോർഡ് സെഷൻ കിട്ടും. വീക്ക്ലി 6 ഡേയ്സ് ക്ലാസ്സുകളായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ 6 ഡേയ്സ് അല്ല, ഇത് മാറ്റിയിട്ട് 7 ഡേയ്സ് ക്ലാസ് ആക്കിയിട്ടുണ്ട്. സൺഡേയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സസ്, മോക്ക് ടെസ്റ്റ്, എല്ലാ ദിവസവും ഒരു ക്ലാസ് മാത്രമല്ല 2 to 3 ക്ലാസ് വരെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. കാരണം അങ്ങനെ പോയാലേ നമുക്ക് പ്രോപ്പറായിട്ട് സിലബസ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട്. മനസ്സിലായ കുട്ടികളെ? ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പേ ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ പ്ലാറ്റ്ഫോം എല്ലാവരും ഫോളോ ചെയ്യുക. എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ വാട്സപ്പ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്യണം. ഉടനെ ജോയിൻ ചെയ്യുക. സെയിം ടൈം ഫൈനലി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം കൂടി ഷെയർ ചെയ്യുകയാണ്. 2 കോൺടാക്ട് നമ്പർ. ഈ 2 നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അത് കോഴ്സിനെ കുറിച്ചിട്ടാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും ഡിഫൻസ് റിലേറ്റഡ്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും പരമാവധി എല്ലാ കുട്ടികളിലും എത്തട്ടെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.